ഇവിടെ വോട്ടർ ലിസ്റ്റിൽ തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും ഏടി അഡ്രസ്സ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു വീട്ടിലും അതിന് അവരെപ്പറ്റി അറിയില്ല. ഇപ്പോഴാണല്ലോ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നു എന്നല്ല. അവിടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ്സ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെ ഒരു വോട്ടർ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു വോട്ടർ ഇല്ല, പക്ഷേ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് BLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. ആ BLOമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, നടപടി സ്വീകരിക്കും എന്ന് കളക്ടർ ഇപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് കോഴിക്കോട് ചേവായൂർ, സാധാരണ രീതിയിൽ അത്ര വലിയ ദേശീയ പ്രസ്ഥാനം, ദേശീയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പശ്ചാത്തലത്തിൽ അത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാവില്ല. പത്രത്തിൻ്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ബാങ്ക് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ നടന്നിട്ടുണ്ട്, ഞങ്ങൾ മത്സരിച്ചില്ല, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇപ്പം പുതിയ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് 1 കോടി രൂപ DCC ഓഫീസിൽ എത്തിക്കണം എന്നാണ് അവിടെ നിയമനം നടത്തി. വെറുതെയല്ല രാജിവെച്ച് നിലപാട് സ്വീകരിച്ചത്. 1 കോടി രൂപ DCC ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തന്നെ ഒരു അഡ്വക്കറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു വിയോജിപ്പിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായിട്ട് മത്സരിച്ചത്. 7 പേര്, ഞങ്ങളതിനോടൊപ്പം ചേർന്ന് 4 പേര്, ഞങ്ങൾ 4 ആളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോൾ ചെയ്തത്, ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് 8400ഓളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത് 6000. പറയുന്നതിനും എഴുതുന്നതിനും എന്തെങ്കിലും വ്യവസ്ഥ വേണം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് 6000 ആകെ വോട്ട്. ഇപ്രാവശ്യം പോളിംഗ് നടന്നത് 8400. 1300 വരെ വോട്ടിനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് അവിടെ വന്ന് അവിടെ തിരിച്ചയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘത്തെ അയക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങളാരും മുണ്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ആ വിവരം പുറത്തു വന്നത്. സുധാകരനാണ് പ്രസംഗിച്ചത്. അവിടെ സുധാകരൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞതെന്താ, വിമതന്മാരെ ഒന്നിനെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, എല്ലാ ഭാഗത്തുനിന്നും ശൂലങ്ങൾ വരും, അതിൻ്റെ മുമ്പിൽ ഞാനുണ്ടാവും. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിമതനായിട്ട് നിന്നാൽ, അവർക്ക് വോട്ട് ചെയ്താൽ പിന്നെ ഞങ്ങളിവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാർത്തയായിട്ട് വന്നില്ല. അത് ചിലർ മാത്രം ഇങ്ങനെ അല്ലറ ചില്ലറ കൊടുത്തു ഒഴിവാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് ഉറപ്പല്ലേ സുധാകരൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘം ഉണ്ടാവും എന്നുള്ളത്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘം, നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ, ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ, 8000ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പല ഭാഗത്തായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിൽ പ്രതിരോധിച്ചു.